കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു, ശ്രീദേവി ടിഫൻ ഹൗസ്. അവിടേക്ക് ഒന്ന് കയറി വെക്കാം. അണ്ണ എന്താ കഴിക്കാനുള്ളത്? പൂരിയുണ്ട്, ദോശയുണ്ട്, കിച്ചടി ഉണ്ട്. ഞങ്ങൾ മലയാളിയോടാണ്. അതാണ് പറഞ്ഞത്. അതെ, ചേട്ടൻ മലയാളിയാണോ? ആ ശരി. എന്താ പേര്? അരവിന്ദാക്ഷൻ അല്ലേ? എന്താ ഇവിടെ കഴിക്കാനുള്ളത് ചേട്ടാ? കിച്ചടി, പൂരി, ദോശ. ആ, എവിടെ വീട്? ഇവിടെയോ? അല്ല, അവിടെ നാട്ടിലെ അമ്മാടത്താണല്ലേ? ഇവിടെ കുറേ കട തുടങ്ങിയിട്ട്? ഇവിടെ ജനിച്ചു വളർന്നതൊക്കെ ഞങ്ങൾ. അതെ അല്ലേ? ഇത് അച്ഛൻ്റെ കടയായിരിക്കും അല്ലേ? മക്കളൊക്കെ ഇവിടെ സെറ്റിലായി അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ദോശ. മൂത്ത മോനാണ്. ആ, മോൻ ഇവിടെ ഉണ്ട് അല്ലേ? CA പഠിക്കാണ്. അപ്പൊ കാലത്ത് നമ്മളൊപ്പം സഹായിക്കൽ വരുതാവൂല്ലേ മൂത്ത മോൻ? മൂത്ത മോൻ. ഓഫീസിൽ പോകും. അപ്പൊ കാലത്ത് ആള് സഹായം ഉണ്ടാവും. ഉച്ചയ്ക്ക് അപ്പൊ എന്താണ് കഴിക്കാനായിട്ട്? ചാപ്പാട്, വെറൈറ്റി റൈസ്. അതെ അതെ. പിന്നെ വൈകുന്നേരം ടിഫൻ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങളിവിടെ റൂം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങള് യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാണ്. അപ്പൊ ഞങ്ങൾക്കുള്ള ഫുഡ് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ഓക്കെ, ഇനി ഭക്ഷണം കഴിച്ചിട്ട് അവിടുത്തെ. ഓക്കെ ഓക്കെ. നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. നല്ല മൊരിച്ചിലോട് കൂടിയിട്ട് ഒരു മസാല ദോശ അത്രയ്ക്ക് വലിപ്പമുണ്ട് ദോശ. അതുപോലെ കിച്ചടി ആണെങ്കിലും അതെ കേട്ടോ. കിച്ചടിയും ചമ്മന്തിയും ചട്നിയൊക്കെ ആയിട്ടേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചൂടോട് കൂടിയിട്ട കിച്ചടി. നിങ്ങൾ വരികയാണെങ്കിൽ, ചെന്നൈയിലൊക്കെ വരികയാണെങ്കിൽ MIT നഗറിലാണ് ഈ കട. അപ്പോൾ ഇവിടെ കയറാതെ പോരുത്. അത്രയും ടോപ്പ് ഭക്ഷണം കിട്ടുന്ന ഒരു കടയും കൂടിയാണിത്. നമ്മുടെ മലയാളിയുടെ മലയാളിയോട് കംപ്ലീറ്റ് നമ്മുടെ ഹോട്ടൽ ഫീൽഡിലാണ് ചെന്നൈയിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതാണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടില്ലേ? CA കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ അത്രയും വർക്കൊക്കെ പെർഫെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അതവർ പരമ്പരയായിട്ട് അവരങ്ങനെ ചെയ്തിങ്ങനെ പോരണു. നമുക്കൊരു അഭിമാനമാണല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഭാഷ് ഓൾവേസ് ഫ്രീ.